മുരളിയേട്ടൻ ഞങ്ങൾക്കൊരു ഐഡിയൽ പേഴ്സണായിരുന്നു അന്ന്. കാരണം ഒരുപക്ഷെ ഇത്രമാത്രം യാത്ര ചെയ്യുന്ന മറ്റൊരു വിദ്യാർത്ഥി നേതാവും ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നില്ല. 30 ദിവസക്കാലം അദ്ദേഹം യാത്ര ചെയ്യായിരുന്നു. അന്ന് ഇതേപോലെയുള്ള സോഷ്യൽ മീഡിയയോ ടെലിഫോൺ സൗകര്യമൊന്നുമില്ലല്ലോ. ഇപ്പോൾ മുരളിയേട്ടൻ ചെയ്യാറുള്ളത് ഒരു മാസത്തിൻ്റെ ആദ്യം 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള അദ്ദേഹത്തിൻ്റെ ടൂർ പ്രോഗ്രാം നേരത്തെ നിശ്ചയിക്കും, എന്നിട്ട് അയച്ചു തരും. ഒരു കാർഡിലാണ് അയക്കുക, ഇന്ന് പോസ്റ്റ് കാർഡാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്, എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇങ്ങനെ യാത്ര ചെയ്യാൻ സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും അങ്ങനെ അധികം യാത്ര ചെയ്യുന്നൊക്കെയുണ്ട്. അപ്പോൾ അത് മുരളിയേട്ടൻ ഓർഗനൈസിംഗ് സെക്രട്ടറിയായി സമയത്ത് ഫുൾ ടൈമർ ആവാൻ വേണ്ടി സാധിച്ചു. അത് നമുക്ക് നല്ല ജീവിതത്തിൽ നല്ലൊരു അനുഭവം തന്നെയാണ്. അത് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൽ ഒരു അനുഭവമാണ്. അത് കഴിഞ്ഞിട്ട് യുവമോർച്ചയിലേക്ക് വന്നു. സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ആയതിനു ശേഷമാണ് ഞാൻ പ്രസിഡന്റ് ആവുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ABVPയിൽ നിന്ന് പെട്ടെന്ന് യുവമോർച്ചയിലേക്കുള്ള പോക്കിൽ വി മുരളീധരൻ എന്തെങ്കിലും അസംതൃപ്തി ഉണ്ടായിരുന്നു? അതെൻ്റെ കാര്യത്തിൽ മാത്രമല്ല. കാരണം വിദ്യാർത്ഥി പരിഷത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെല്ലാവരും ജീവിതകാലം മുഴുവൻ വിദ്യാർത്ഥി പരിഷത്തിൽ ഉണ്ടാവണം എന്നാണ് എല്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറിമാരും ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ചും ഒരു മുഴുവൻ സമയ പ്രവർത്തകൻ. അപ്പോൾ ഇടയിൽ ABVP വിട്ട് BJPയിലേക്ക് വരുമ്പോൾ അതിനെ നിരുത്സാഹപ്പെടുത്താനേ ശ്രമിക്കാറുള്ളൂ. എന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ആ കാലഘട്ടത്തിൽ BJPയിലേക്ക് വന്ന എല്ലാവരും നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു ABVPയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറി ചെയ്യേണ്ട സംഘടനാപരമായിട്ടുള്ള ദൗത്യമാണ്. അതൊരു അഭിപ്രായ വ്യത്യാസത്തിലേക്ക് പോയിട്ടുണ്ടോ? ഒരിക്കലുമില്ല.